പറഞ്ഞു നിർത്തിയത്? സാറേ ലക്ഷങ്ങളുടെ നഷ്ടം. ലക്ഷങ്ങൾ നഷ്ടം. എടോ അങ്ങനെ ആകെ പെട്ട് നിൽക്കുമ്പോഴാണ് തന്റെ വീഡിയോയുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. എടോ താൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഡിറ്റോ എന്ന് പറഞ്ഞ ഡിറ്റോ തന്റെ പൂച്ച ഡിറ്റോ ആണ്. ഞാൻ ശേഖർ സാറിനെ കാണിച്ചു, പുള്ളി ഓക്കെ പറഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശേഖർ സാറായിട്ട് ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യണം. സാറേ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. എടോ എന്ത് പ്രശ്നം? അതിലും വലിയ പ്രശ്നം ഇവിടെ നടക്കണം. ഞാൻ പറഞ്ഞില്ലേ, പൂച്ചയാണ് കഥയിലെ നായിക. ഓൾമോസ്റ്റ് ക്ലൈമാക്സ് വരെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതാ. അപ്പോഴാണ് ഇങ്ങനെ ഒരു പണി കിട്ടിയത്. ശേഖർ സാറാണ് VFX ചെയ്യലൊന്നും പറഞ്ഞ് എട്ടഞ്ഞ് നിൽക്കുക. പ്രൊഡ്യൂസർ ആകെ പെട്ടിരിക്കുക. അതുകൊണ്ട് പൈസയൊന്നും ഒരു വിഷയമില്ല, എത്ര രൂപ വേണേ കിട്ടും. സാറേ നമ്മുടെ പൂച്ച ആണാണ്, ആ കണ്ടിന്യൂറ്റി വല്ല പ്രശ്നമാവും. ചന്തു, പടം തുടങ്ങി 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നായിക ആക്സിഡന്റിൽ മരിക്കും, പിന്നെ പൂച്ചയായിട്ട് പുനർജനിക്കുന്നതാണ്. നായികയുടെ ആത്മാവ് പൂച്ചയിലുണ്ടെന്ന് നായകൻ തിരിച്ചറിഞ്ഞ് ഡെൻമാർക്കിൽ വെച്ചാണ്. അതാണ് ക്ലൈമാക്സ്. അവിടം വരെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നായകനും പൂച്ചയും കൂടെ യൂറോപ്പിൽ ചുറ്റുന്ന ഒരു സോങ് മാത്രമേ ഷൂട്ട് ചെയ്യാനുള്ളൂ. സോങ് ആയതുകൊണ്ട് പൂച്ചയ്ക്ക് കോസ്റ്റ്യൂം ഉണ്ട്. അതുകൊണ്ട് ആണാണോ പെണ്ണാണോ എന്നുള്ളതൊന്നും വിഷയമേ അല്ല. സാറേ പൂച്ചയുടെ കാര്യമൊക്കെ അവൻ്റെ കൂടെ എനിക്കും കൂടി ചെറിയൊരു അവസരം. എടോ അത് താൻ ശേഖർ സാറിനോട് നേരിട്ട് ചോദിച്ചു. ഇനി നിങ്ങൾ തമ്മിലായിരിക്കില്ലേ കമ്മ്യൂണിക്കേഷൻ?